അൽ വഹദത്തു സാലിസ 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ്. അസ്റാറു സിഹ ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങൾ. സിറുൻ ജമ അസ്റാർ രഹസ്യങ്ങൾ. ഇതിൽ 3 പാഠങ്ങളാണുള്ളത്. 1ാമത്തെ പാഠം ഒളിമ്പിയ അൽ ഖറിയ ഗ്രാമത്തിലെ ഒളിമ്പിക്സ്. അതൊരു മുക്കാബലത്തുൻ മുബാഷിറ ലൈവ് ഇൻ്റർവ്യൂ ആണ്. നമുക്ക് നോക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗ്രാമത്തിലെ ഒളിമ്പിക്സ് മത്സരത്തിൽ നടക്കുന്ന ഒരു ഓട്ട മത്സരം ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ. ആ ഓട്ട മത്സരത്തിൽ വളരെ പ്രായമുള്ള ഒരാളാണ് മുന്നിലെത്തിയിരിക്കുന്നത്. എന്താണ് കളിയെന്ന് നോക്കാം. ഒളിമ്പിയ അൽ ഖറിയ. നസ്തമി അൽ ബലാഗ്. നമ്മൾ അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. അപ്പോൾ ഗ്രാമത്തിൽ സ്പോർട്സ് മീറ്റ് നടക്കുകയാണ്, കായിക മത്സരങ്ങൾ നടക്കുകയാണ്. അതിനവർ നൽകിയ പേരാണ് ഗ്രാമത്തിലെ ഒളിമ്പിക്സ് എന്ന്, അല്ലേ. അങ്ങനെ എന്താണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്? യുർജാമിനൽ മുഷാരിക്കിന ഫി സിബാക്കി സലാസത്തി ആലാഫി മിത്രിൻ അത്തവജുഹ ഇലൽ മസാർ. 3000 മീറ്റർ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് ട്രാക്കിൽ എത്തിച്ചേരേണ്ടതാണ്. അതാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഇന്ദഹ സിബാക്കു സലാസത്തി ആലാഫി മീറ്ററിൻ. 3000 മീറ്റർ ഓട്ടമത്സരം അവസാനിച്ചു. ഇന്ദഹ. ഫാസ അബ്ദുല്ലാഹ് ബിൽ മർക്കസിൽ അവൽ. അബ്ദുള്ള 1ാം സ്ഥാനം നേടി. ഇർതഫഅത്ത് അസ്സഗാരീദു ബിത്തസ്ജീഇ വത്തസ്ഫീഖ്. കരഘോഷങ്ങളാലും പിന്നെ പ്രോത്സാഹനങ്ങളാലും ആരവങ്ങൾ ഉയർന്നു. ഇർതഫഅത്ത് ഉയർന്നു, അസ്സഗാരീദ് ആരവങ്ങൾ ഉയർന്നു, ബിത്തസ്ജീഇ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, വത്തസ്ഫീഖ് കയ്യടിച്ചുകൊണ്ട്. അങ്ങനെ ഇദ്ദേഹം വിജയിച്ചപ്പോൾ വമ്പിച്ച വലിയ ആരവങ്ങൾ ഉയർന്നു. ഹുവ അക്ബറുൽ മുത്തസാബിഖീന സിന്നൻ. അദ്ദേഹമാണ് ഏറ്റവും പ്രായം ചെന്ന മത്സരാർത്ഥി. ഹുവ അക്ബറുൽ മുത്തസാബിഖീന, ഏറ്റവും വലിയ, സിന്നൻ പ്രായം കൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള മത്സരാർത്ഥി അദ്ദേഹമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഓട്ടക്കാരൻ പ്രായമുള്ള ആളാരാണ്? അബ്ദുള്ളയാണ്, അല്ലേ. അദ്ദേഹമാണ് വിജയിച്ചത് 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ. ഖല്ലദഹു അൽ വസീറു അൽ വിസാമ ദഹബി. മന്ത്രി അദ്ദേഹത്തെ സ്വർണ്ണ മെഡൽ അണിയിച്ചു. തസാഹമ ഹൗലഹു അൽ മുറാസിലൂന. അദ്ദേഹത്തിന് ചുറ്റും തിരക്ക് കൂട്ടി. തസാഹമ മീൻസ് തിരക്ക് കൂട്ടി. ഹൗലഹു അദ്ദേഹത്തിന് ചുറ്റും അൽ മുറാസിലൂന. മുറാസിലൂൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർമാർ. മിൻ കനവാത്തിൻ മുഖ്തലിഫത്തിൻ ലിൽ മുഖാബല. വിവിധ ചാനലുകളിൽപ്പെട്ട റിപ്പോർട്ടർമാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും തിരക്ക് കൂട്ടി. എന്തിനു വേണ്ടി? ലിൽ മുക്കാബലത്ത്, ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി, അല്ലേ. ചാനലുകാരൊക്കെ വിജയുടെ അടുത്ത് കൂടും, എന്നിട്ട് പലതും ചോദ്യങ്ങൾ ചോദിക്കും, അല്ലേ. അതിനവർ മറുപടി പറയും. അങ്ങനെ ഇദ്ദേഹത്തിന് ചുറ്റും ചാനലുകാരൊക്കെ തിരക്ക് കൂട്ടിയാണ്. ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കണം. എന്താണ് താങ്കളുടെ വിജയത്തിൻ്റെ രഹസ്യം? അതൊക്കെയാണ് ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഒരു മുറാസിൽ ചോദിക്കുകയാണ്, നുഖദ്ദിമു അജ്മലത്തഹാനി. ആദ്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു? നുഖദ്ദിമു അജ്മലത്തഹാനി. ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു. അല ഇൻജാസിക്ക. താങ്കളുടെ ഈ നേട്ടത്തിൽ ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു. ഇൻജാസ്, നേട്ടം. ബിമാദ തഷ്ഉറു അൽ ആൻ. ഇപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബിമാദ തഷ്ഉറു അൽ ആൻ. ഇപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ അബ്ദുള്ള പറയുകയാണ്, അൽഹംദുലില്ലാഹ് അന ഫി ഗായത്തി സുറൂർ. ഞാൻ അങ്ങേയറ്റം സന്തോഷത്തിലാണ്. അപ്പോൾ മുറാസിൽ, നെഹ്നു നുഷാരിക്ക് ഫി മസറത്തിക. താങ്കളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നെഹ്നു നുഷാരിക്കു, ഞങ്ങളും പങ്കുചേരുന്നു. ഫി മസറത്തിക, താങ്കളുടെ സന്തോഷത്തിൽ. കൈഫ ഇസ്തത്വഅത ഹാദ. താങ്കൾക്ക് എങ്ങനെ ഇത് സാധിച്ചു? ചെറുപ്പക്കാർ ഓടി മത്സരിക്കുന്ന കൂട്ടത്തിൽ ഓടി വിജയിക്കാൻ, അവരെ പരാജയപ്പെടുത്തി ഇത്രയും പ്രായമുള്ള താങ്കൾ എങ്ങനെ വിജയിച്ചു? അത് ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ്. എങ്ങനെയാണ് താങ്കൾക്കത് സാധിച്ചത് എന്ന് ചോദിക്കുകയാണ് ഒരു മുറാസിൽ. അപ്പോൾ അബ്ദുള്ള മറുപടി പറയുന്നു, ബിൽ മുമാറസത്തിൽ മുസ്തമിർ. സ്ഥിരമായ പരിശീലനം കൊണ്ട്, സ്ഥിരമായി പരിശീലിക്കുന്നത് കൊണ്ടാണ് എനിക്കതിന് കഴിഞ്ഞത്. അപ്പോൾ അൽ മുറാസിൽ, മിൻ ഫദ്ലിക പ്ലീസ് കം ഉംറക അല്ലാൻ. ഇപ്പോൾ താങ്കളുടെ വയസ്സ് എത്രയാണ്? അബ്ദുള്ള, അനഫി സാനി വ സമാനീൻ. ഞാൻ 82ാമത്തെ വയസ്സിലാണ്. ആഹാ, ചെറിയ പ്രായമൊന്നുമല്ല ഇദ്ദേഹത്തിനുള്ളത്. 82 വയസ്സാണ്, അല്ലേ. ആൾക്കാർ നന്നായി നടക്കാൻ വരെ പ്രയാസപ്പെടുന്ന ഒരു പ്രായമാണ്. അന്നേരമാണ് ഇയാൾ ആ ഒരു പ്രായത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ ചെറുപ്പക്കാരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്.
അൽമുറാസിൽ മാഷാ അല്ലാഹ് മാസിൽ തനശീത്തൻ, എന്നിട്ടും താങ്കൾ ഇപ്പോഴും ആക്റ്റീവായിരിക്കുന്നു, ഇപ്പോഴും താങ്കൾ ഉന്മേഷവാനായി തന്നെ ഇരിക്കുന്നല്ലോ. മുംകിൻ അൻ തുഖ്ബിറന സിറ സിഹത്തിക, താങ്കളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഞങ്ങളോട് പറയാൻ പറ്റുമോ? മുംകിൻ അൻ തുഖ്ബിറന, ഞങ്ങളോട് പറയാൻ പറ്റുമോ? സിറ സിഹത്തിക, താങ്കളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അപ്പോൾ ഇദ്ദേഹം പറയുന്നു ബിത്തക്കി, തീർച്ചയായും. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഖറിയത്തുന തൽഅബു ദൗറൻ കബീറൻ ഫി ആദാത്തിന അല്യോമിയ, നമ്മുടെ നാട് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ദൈനംദിന ശീലങ്ങളിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഖറിയത്തുന, ഞങ്ങളുടെ നാട്, തൽഅബു ദൗറൻ കബീറൻ, വലിയ പങ്ക് വഹിക്കുന്നു. ദൗറ് മീൻസ് റോൾ, പങ്ക് വഹിക്കുന്നു എന്നതിന് തൽഅബു ദൗറൻ എന്നാണ് പറയുക. ഖറിയത്തുന തൽഅബു ദൗറൻ, ഞങ്ങളുടെ നാട് പങ്ക് വഹിക്കുന്നുണ്ട്. ദൗറൻ കബീറൻ, വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിൽ? ഫി ആദാത്തിന അല്യോമിയത്തി, ഞങ്ങളുടെ ദൈനംദിന ശീലങ്ങളിൽ. ആദത്തും ജമ ആദാത്ത്, പതിവുകൾ, ശീലങ്ങൾ. അല്യോമിയ, ദൈനംദിന. ഞങ്ങളുടെ ദൈനംദിന പതിവുകളിൽ, ശീലങ്ങളിൽ ഞങ്ങളുടെ നാട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അഹത്തമ്മു ദായിമൻ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അഹത്തമ്മു, ഞാൻ ശ്രദ്ധിക്കും. ദായിമൻ, എപ്പോഴും ഞാൻ ശ്രദ്ധ ചെലുത്തും. എന്തിൽ? ബിൽ ഗിദാഇ സ്വഹി, ആരോഗ്യകരമായ ഭക്ഷണത്തിൽ. അതായത് ഞാൻ എപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അതേപോലെ വൻ നശാത്തുൽ ബദനി, പിന്നെ ശാരീരികമായ പ്രവർത്തനങ്ങൾ മീൻസ് ശാരീരികമായ വ്യായാമം ചെയ്യുന്നതിലും ഞാൻ ശ്രദ്ധിക്കും. വത്തർഫിയത്തിൽ അഖ്ലി, അതേപോലെ മാനസിക ആനന്ദം കണ്ടെത്തുന്നതിലും ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ മാനസിക ഉല്ലാസം കണ്ടെത്തും, അതേപോലെ ശാരീരിക വ്യായാമം നടത്തും, പിന്നെയോ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കും. ഇതൊക്കെയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഞങ്ങളുടെ നാടിനും വലിയൊരു പങ്ക് ഇതിലൊക്കെ ഉണ്ട്. അതായത് ഞങ്ങളുടെ നാടും അതേപോലുള്ളൊരു നാടാണ് അല്ലേ. നാട്ടിലെല്ലാവരും അധ്വാനിക്കുന്ന, പിന്നെ എന്ത് ചെയ്യുന്ന, പച്ചക്കറികളും മറ്റും സ്വയം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള കീടനാശിനി അടിച്ച പച്ചക്കറികളും അതേപോലെ മായം ചേർത്ത ഫുഡുകളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ കഴിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്. അതാണ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ശീലങ്ങളിൽ ചെലുത്തുന്ന പങ്ക്. മുറാസിൽ മുംകിൻ അൻ തുവല്ലിഹ ആദാത്തിക ഫിൽ ഗിദാഇ, ഭക്ഷണത്തിൽ താങ്കളുടെ പതിവുകൾ, താങ്കളുടെ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? മുംകിൻ അൻ തുവല്ലിഹ, താങ്കൾക്ക് വിശദീകരിക്കാൻ കഴിയുമോ? ആദാത്തിക, താങ്കളുടെ ശീലങ്ങൾ, ഫിൽ ഗിദാഇ, ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ്? തൊബാൻ, തീർച്ചയായും. അൽ ജുസ്ഉൽ മുഹിമ്മു, പ്രധാനപ്പെട്ട ഭാഗം, മിൻ ത്വആമി, എൻ്റെ ഭക്ഷണത്തിൽ, മുൻതജാത്തുന അൽ മഹല്ലിയ, ഞങ്ങളുടെ പ്രാദേശികമായ ഉൽപ്പന്നങ്ങളാണ്. അതായത് എൻ്റെ ഭക്ഷണത്തിലെ പ്രധാന ഭാഗം എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ നിന്നും തന്നെ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. എന്തൊക്കെയാണ് അവ? നാട്ടിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ. മിനൽ ലുഹൂമി, മാംസങ്ങൾ, അതായത് നാട്ടിൽ തന്നെ വളർത്തിയ കാലികളുടെ മാംസമാണ് ഞങ്ങൾ കഴിക്കുക. അതേപോലെ വൽ ഖുലരി, പച്ചക്കറികൾ, വൽ ഫവാക്കിഹ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളാണ്, അതാണ് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെയോ കല്ലമ അത്തനാവലു, വളരെ കുറച്ച് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. കല്ലമ അത്തനാവലു മീൻസ് ഞാൻ കഴിക്കും അല്ലേ. കല്ലമ അത്തനാവലു എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. എന്ത്? അൽ വജബാത്തി സരിയ, ഫാസ്റ്റ് ഫുഡ്. അതേപോലെ സുക്കരിയാത്തി, പഞ്ചസാരയുള്ള ഭക്ഷണങ്ങൾ അല്ലേ. സുക്കരിയാത്ത്, പഞ്ചസാര അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡുമൊക്കെ വളരെ അപൂർവമായി മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ അൽ മുറാസിൽ ചോദിക്കുകയാണ് മിൻ ഫദ്ലിക പ്ലീസ് അഫിദ്ന ബി നശാത്തോത്തിക്കൽ ബദനിയ, താങ്കളുടെ ശാരീരികമായ വ്യായാമത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അഫിദ്ന, ഞങ്ങളെ അറിയിച്ചു തരാമോ? ബി നശാത്തോത്തിക്ക അൽ ബദനിയ, താങ്കളുടെ ശാരീരിക വ്യായാമങ്ങളെക്കുറിച്ച്, ശാരീരികമായ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഫേലൻ, തീർച്ചയായും. അക്കൂമു ബി മുമാറസത്തി നശാത്തോത്തിൽ ബദനിയത്തി ബിൻ തുലാമിൻ, ഞാൻ വ്യവസ്ഥാപിതമായി ശാരീരിക വ്യായാമം ചെയ്യും. അക്കൂമു ബി മുമാറസത്തിൻ നശാത്തോത്തി, ഞാൻ വ്യായാമ മുറകൾ നിർവഹിക്കും, പരിശീലിക്കും. മുമാറസ് പരിശീലനം അല്ലേ, പരിശീലിക്കും. ബിൻതിലാമിൻ, എങ്ങനെ? വ്യവസ്ഥയോടെ, കൃത്യമായിട്ട്, എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു
അധ്വാനശീലം, വ്യായാമശീലം എനിക്കുണ്ട്. അതും എൻ്റെ ഈ വിജയത്തിൻ്റെ കാരണമാണ്. ഓക്കെ, നക്രവനഫം നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം. മുംകിൻ അൻ തുവല്ലിഹ ആദാദിക ഫിത്വാം, ഭക്ഷണത്തിലുള്ള താങ്കളുടെ ശീലങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റുമോ? മുംകിൻ അൻ തുവല്ലിഹ എന്നുള്ള ഒരു പ്രയോഗമാണ്, അതൊരു ചോദ്യമാണ് അല്ലേ. മുംകിൻ അൻ തുസായിദനി, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? അല്ല തൗസിഅൽ കുത്തുബി, പുസ്തകം വിതരണം ചെയ്യുന്നതിൽ. മുംകിൻ അൻ തജ്ലിസഹുന, താങ്കൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നുക്മിലുൽ ജുംലത്ത, നമുക്ക് ജുംല പൂർത്തിയാക്കാം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ആ മുംകിൻ തന്നെയാണ് ഇവിടെയും വെക്കേണ്ടത്. മുംകിൻ അൻ തതകല്ലമ മഅ ഖലീലൻ, എന്നോടൊപ്പം കുറച്ച് സംസാരിക്കാമോ? താഴെ മുംകിൻ അൻ തൽഅബ മഅൽ അസ്തിഖായ്, താങ്കൾക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കഴിയുമോ? മുംകിൻ അൻ തദ്ഹബ ഇലൽ മത്ജർ, താങ്കൾക്ക് കടയിലേക്ക് പോകാമോ? അങ്ങനെ അതിന് ചെയ്യാൻ കഴിയുമോ, ചെയ്യാൻ പറ്റുമോ, ചെയ്യാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് മുംകിൻ എന്ന് മുമ്പിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മുറാസിൽ വീണ്ടും ചോദിക്കുകയാണ്, കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ വീണ്ടും ചോദിക്കുകയാണ്. മാ നശാത്തോത്തുക്കലി തർഫീഹിൽ അക്ലി, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മാനസിക ആനന്ദം, മാനസികമായ ഉല്ലാസം, അതും താങ്കളുടെ ഒരു ശീലമാണെന്നല്ലേ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലേ? മാനശാത്തോത്തക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് മാനസിക ഉല്ലാസം താങ്കൾ നേടുന്നത്? അപ്പോൾ മാനസികാരോഗ്യം അല്ലേ, മാനസികാരോഗ്യം. അപ്പോൾ അബ്ദുള്ള പറയുകയാണ്, നല്ലറത്തി നഹവൽ ഹയാത്തി, ജീവിതത്തോടുള്ള എൻ്റെ സമീപനം, നല്ലറത്തുൻ ഈജാബിയത്തുൻ, അതൊരു പോസിറ്റീവ് സമീപനമാണ്. ഈജാബിയ മീൻസ് പോസിറ്റീവ്. അജിദുർ റാഹത്ത, ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു. ഫി ഖലാഇ ഔക്കാത്തി, സമയം ചെലവഴിക്കുന്നതിലൂടെ. മഅൽ അഖാരിബി വൽ അസ്തിഖായി, കൂട്ടുകാരോടൊപ്പവും കുടുംബക്കാരോടൊപ്പവും സമയം ചെലവഴിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു. ഓക്കെ, കമ അജിദുൽ മുതഅത, അതേപോലെ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഫിത്ത ആയുഷി മഅ ത്വബീഅത്തി, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിൽ. ഫിത്ത ആയുഷി, ഇണങ്ങി ജീവിക്കുന്നതിൽ. മഅ ത്വബിയ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിലും ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെയാണ് എനിക്ക് മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസികമായ ഉല്ലാസം ലഭിക്കുന്നത്. അൽ മുറാസിൽ, ഹൽ ലദൈക അയ്യു വസിയത്തുൻ ലിൽ ജീലിൽ ജദീദ്, പുതിയ തലമുറയോട് താങ്കൾക്ക് എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഹൽ ലദൈക, താങ്കളുടെ അടുക്കലുണ്ടോ? അയ്യു വസിയ, എന്തെങ്കിലും ഉപദേശം, ലിൽ ജീലിൽ ജദീദ്, പുതിയ തലമുറയോട്. അപ്പോൾ അബ്ദുള്ള പറയുന്ന അതെ ഉണ്ട്. എന്താണ് ഉപദേശം? അൽ ഹിഫാദു അലൽ ലിയാഖത്തിൽ ബദനിയത്തി, ശാരീരിക ക്ഷമത. അലിയാഖത്തുൽ ബദനിയ മീൻസ് ശാരീരിക ക്ഷമത, ശാരീരിക ക്ഷമത നിലനിർത്തൽ. അൽ ഹിഫാദ്, സംരക്ഷിക്കൽ, ശാരീരിക ക്ഷമത സംരക്ഷിക്കൽ. വൽ ഇഹ്തിമാമു ബിൽ ഗിദാഇ സുഹി, അതേപോലെ ആരോഗ്യകരമായ ഭക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തൽ മീൻസ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൽ. വൻ നശാത്തിൽ ബദനി, അതേപോലെ ശാരീരിക വ്യായാമത്തിൽ ശ്രദ്ധ ചെലുത്തൽ. വത്ത ആവുനി വത്ത ആയുഷി, പിന്നെ അതേപോലെ പിന്നെ എന്താണ് പരസ്പര സഹകരണം, പരസ്പരം സഹായിച്ചു കൊണ്ടുള്ള ജീവിതം, അതാണ് അത്ത ആവനും വത്ത ആയുഷും അല്ലേ. പരസ്പരം സഹവർത്തിത്വവും പരസ്പര സഹകരണവും, ഇതിലൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇദ്ദേഹത്തിന് പുതിയ തലമുറയിലെ ആളുകളോട് പറയാനുള്ളത്. ഓക്കെ, അൽമുറാസിൽ, ശുക്രൻ ലി ഹുസ്നി തആവുനിക മഅന, ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. വ അത്താലല്ലാഹു ഉംറക, താങ്കൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഇപ്പം തന്നെ നല്ല ആയുസ്സുണ്ടല്ലേ, ഇനിയും ദീർഘായുസ്. അബ്ദുള്ള, ഹയ്യാക്കുമുള്ള, വെൽക്കം, അസ്സലാമ, ബൈ. അങ്ങനെ നുറാജി ഉൽ മുഖാബലത്ത വനഖ്താറുൽ കലിമാത്ത് തഹദീബിയ, നമുക്ക് ഈ ഇൻ്റർവ്യൂ വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം? അൽ കലിമാത്തു തഹദീബിയ കണ്ടെത്താം. എന്തൊക്കെയാണ് അൽ കലിമാത്തു തഹദീബിയ? മസലൻ, ഉദാഹരണമായിട്ട്, നുഖദ്ദിമു അജ്മല തഹാനി, ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലുള്ള കലിമാത്തു തഹാനി കണ്ടെത്താം. ഇതൊക്കെയാണ് അവലെ അൽഹംദുലില്ലാ എന്ന് ആ ഇൻ്റർവ്യൂവിലുണ്ട്. അത് അൽ കലിമാത്തു തഹദീബിയയിൽപ്പെട്ടതാണ്. പിന്നെ മിൻ ഫളലിക, പ്ലീസ്, മാഷാ അല്ലാ, ശുക്രൻ, താങ്ക്സ്, ഹയ്യാക്കുമുള്ള, മഅസ്സലാമ, ഇതൊക്കെ അൽ കലിമാത്തു തഹദീബിയ ആണ്. ഇനി അരിയാലാത്ത്, സ്പോർട്സ്, കുറച്ച് സ്പോർട്സ് ഐറ്റത്തിൻ്റെ പേര് പറയുകയാണ്. ഇതെന്താണ് സംഭവം? സൈക്ലിംഗ് അല്ലേ, സൈക്കിളോട്ടം. അതിന് അറബിയിൽ പറയുന്ന പേരാണ് റുക്കൂബുദ്ദറാജ, സൈക്ലിംഗ്. പിന്നെ ഇതാണ് അൽ ഖഫ്സു ബിൽ അസ, പോൾവാട്ട് എന്നാണ് ഇതിന് പറയല്ലേ.
വടികുത്തിച്ചാട്ടം, ഓടി വന്ന് വടി കുത്തിപ്പിടിച്ച ഒരൊറ്റച്ചാട്ടമാണ് മേലോട്ടേക്ക്. യെസ്. അടുത്തത് മാരത്തോൺ. മാരത്തോൺ ഓട്ടം എന്നൊക്കെ കേട്ടില്ലേ? മാരത്തോൺ. ഇതാണ് മാരത്തോൺ, എല്ലാവരും കൂടെ കൂട്ട ഓട്ടം. ഓക്കെ. പിന്നെ ഇത് നമ്മളിവിടെ എഴുതണം. ഇത് എന്താണ് ചെയ്യുന്നത്? ഡിസ്കസ് ത്രോ ആണല്ലേ. ഈ ആളുടെ കയ്യിൽ എന്താ ഉള്ളത്? വട്ടത്തിലുള്ള ഡിസ്ക് കണ്ടില്ലേ? ആ ഡിസ്കസ് ത്രോ, അത് വീശി എറിയുക. ഏറ്റവും ദൂരം എറിയുന്നവർ വിജയിക്കും. അതിന് അറബിയിൽ പറയുന്ന പേരാണ് റമ്യുൽ ഖുർസ്. ഡിസ്കസ് ത്രോ, റമ്യുൽ ഖുർസ്. ഓക്കെ. ഇനി ഇതാണ് ഹാമർ ത്രോ. ഒരു ഹാമർ പോലെ അല്ലേ, ഇതിങ്ങനെ ചുഴറ്റി എറിയും. അതിന് പറയുന്ന പേരാണ് റമ്യുൽ മിത്രഖത്ത്. മിത്രഖ മീൻസ് ഹാമർ. റമ്യുൽ മിത്രഖ, ഹാമർ ത്രോ. അടുത്തത് നീന്തലാണ്. നീന്തലിന് സിബാഹത്ത് എന്ന് പറയും അല്ലേ? സിബാഹത്ത്, നീന്തൽ. പിന്നെയുണ്ട്, കഴിഞ്ഞിട്ടില്ല, ഷോട്ട് പുട്ട്. അതിന് റമ്യുൽ ജല്ല എന്നാണ് പറയുക. റമ്മി മീൻസ് എറിയലാണ്, റമ്മി. ഇത് ജാവലിൻ ത്രോ ആണല്ലേ, കുന്തമെറിയൽ. അതിന് റമ്യു റൊംഹ എന്ന് പറയും. റൊംഹ മീൻസ് കുന്തം. പിന്നെ ഇതെന്താ സംഭവം? ഇതാണ് ഹൈ ജമ്പ്. ഹൈ ജമ്പിന് അൽ ഖഫ്സുൽ ആലി എന്ന് പറയും. ഹൈ ജമ്പിൻ്റെ കൂടെ മറ്റൊരു ജമ്പും കൂടെ ഉണ്ടല്ലോ, ലോങ് ജമ്പ് അല്ലേ? ലോങ് ജമ്പിന് എന്ത് പറയും? അൽ ഖഫ്സു തൊവീൽ എന്ന് പറയും. ഓക്കെ. ഇനി ഇവിടെ എഴുത്തൊക്കെ പരിശീലിക്കുക. പിന്നെ ലക്കിയ സ്വദീഖാനി ഫിൽ മസാരി. രണ്ട് കൂട്ടുകാർ ട്രാക്കിൽ കണ്ടുമുട്ടി. മസാർ മീൻസ് ഓടുന്ന ട്രാക്ക്, അതിനാണ് മസാർ എന്ന് പറയുക. വഹുമ യുഷാരിക്കാനി ഫി ഒളിമ്പിയ അൽക്കറിയ. ഈ ഒളിമ്പിക്സ്, ഗ്രാമീണ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയാണ് അവർ. അങ്ങനെ അവരെ ട്രാക്കിൽ വെച്ച് കണ്ടുമുട്ടി. ഓടുന്നതിനിടക്കല്ല, മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അവർ കണ്ടുമുട്ടി. നതഖയ്യലു വനുഇദ്ദു അൽ ഹിവാറ ബൈനഹുമ. അവർക്കിടയിൽ നടന്ന സംഭാഷണം നമുക്കൊന്ന് സങ്കല്പിച്ച് എഴുതി നോക്കാം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യം രണ്ട് പേര് കൊടുത്തിരിക്കുന്നു, രാമു രാജു അല്ലേ? രാജു പറയുകയാണ് അഹലൻ അഹലൻ, വെൽക്കം വെൽക്കം. മത്താ വസൽത്ത, നീ എപ്പോഴാണ് എത്തിയത്? രാമു അഹലൻ വസഹലൻ വസൽത്തു അൽ ആൻ, ഞാൻ ഇപ്പോഴെത്തിയതാണ്. രാമു ഹാദ യോമുൻ ജമീലുൻ, ഇത് വളരെ മനോഹരമായൊരു ദിനമാണ്. രാമു പറയുന്നു നഅം, അതെ. യോമു സുറൂറി ഫി ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലെ സന്തോഷത്തിൻ്റെ ദിനമാണിന്നല്ലേ. ഇന്നാണ് എല്ലാവരും സന്തോഷിക്കുന്ന ദിനം. രാജു ഹലറൽ ജമീഉ മുബക്കിരീന, എല്ലാവരും വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഹലറൽ ജമീഉ, എല്ലാവരും എത്തി. മുബക്കിരീന, നേരത്തെ. രാമു അജീബ് ജിദ്ദൻ, വളരെ അത്ഭുതം ഇതല്ലേ, എല്ലാവരും നേരത്തെ എത്തിയത്. ഖദ് ഹലറ റിജാലു വൻ നിസാഉ വശുയൂഖ് വൽ അത്ഫാലു, അത്ഫാൽ കുട്ടികളും വശുയൂഖ് പ്രായമുള്ളവരും വന്നിസാ സ്ത്രീകളും റിജാല് പുരുഷന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ രാജു ചോദിക്കുകയാണ് അത്തുഷാരിഖു ഫിൽ മുസാബക്ക, നീ മുസാബക്കത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അത്തുഷാരിഖു, നീ പങ്കെടുക്കുന്നുണ്ടോ? ഫിൽ മുസാബക്ക, മത്സരത്തിൽ. രാമു നാം, അതെ. ഉരീദ് അൻ ഉഷാരിഖ് ഫി മാരത്തോൺ, ഞാൻ മാരത്തോണിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രാജു അതമൻ ഹലക നജാഹ്, വിഷ് യു ദ സക്സസ്, നിനക്ക് ഞാൻ വിജയം നേരുന്നു. രാമു ശുക്രൻ, താങ്ക് യു. ഫി ഐ മുസാബക്കത്തിൻ തുഷാരിഖ്, നീ ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്? രാജു ഫി റുക്കുബി ദറാജ, ഞാൻ സൈക്ലിങ്ങിലാണ്. ഐഫ ഹൽ തുമാരി സഹ കുല്ലയോമിൻ, എല്ലാ ദിവസവും സൈക്ലിംഗ് പരിശീലിക്കാറുണ്ടോ? പരിശീലിക്കാതെ വന്നിട്ട് കാര്യമില്ല അല്ലേ? രാജു നഅം, അതെ. അതമാരിസു മുൻദു സനവാതിന്, ആ ദിവസങ്ങളോ വർഷങ്ങളായിട്ട് ഞാൻ പരിശീലിക്കാറുണ്ട്. രാമു അഹ്സൻത, ഗുഡ്. ഫ അൻതൽ ഫായിസുഹന, എന്നാൽ പിന്നെ നീ തന്നെ ഇന്നത്തെ വിജയ്. അൻതൽ ഫായിസുഹന, നീ തന്നെ ഇവിടുത്തെ വിജയ്. ജാ അൽ ബലാഗു ബിബിദായത്തിൽ മുസാബക്കത്ത് തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് വരുന്നു. ദഅനി അറൂഹ്, ഞാൻ പോട്ടെ. രാമു തബാൻ, ഓക്കെ. ഫഇലൈക മിന്നി അത്യബു തഹാനി, ഞാൻ നിനക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ് അല്ലേ, എല്ലാവിധ വിജയാശംസകളും. വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് പോകാൻ അവന് വിടുന്നു. ഇനി തുഖാമു ഹഫ്ലത്തുൽ ഖിതാം, അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മത്സരം അവസാന ഘട്ടത്തിലെത്തി. തുഖാമു ഹഫ്ലത്തുൽ ഖിതാം, സമാപന സമ്മേളനം നടക്കുകയാണ്. ഹഫ്ലത്തുൽ ഖിതാം മീൻസ് സമാപന സമ്മേളനം. ലി ഒളിമ്പിയ അൽക്കറിയ, ഈ ഗ്രാമത്തിലെ ഗെയിംസിന് ഒളിമ്പിക്സിന് സമാപന സമ്മേളനമാണ്. ഫിൽ ഇസ്താദ് നമ്മൾ പഠിച്ചു അല്ലേ, സ്റ്റേഡിയം. നുഇദ് ബലാഗൻ അനിൽ ഹഫ്ല, ആ
അനിൽ ഹഫ്ല. ഹഫ്ല മീൻസ് ഹഫ്ലത്തുൽ ഖിതാം. ആ സമാപന സമ്മേളനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് ബലാഗ് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാം. യുർജ അൽ ഹുലൂറു, ഉദാഹരണം അവിടെ കൊടുത്തിരിക്കുന്നു. യുർജ അൽ ഹുലൂറു അമാമൽ മിനസ്സത്തി ബിസുറ, എല്ലാവരും പെട്ടെന്ന് തന്നെ വേദിക്ക് മുമ്പിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന് അനൗൺസ് ചെയ്യുകയാണ് അല്ലേ. അതേപോലെ മറ്റൊരു അനൗൺസ്മെൻറ്റ് നമുക്ക് നോക്കാം. തബ്ദഉ ഹഫ്ലത്തുൽ ഖിതാം ഫിൽ ഇസ്താദി ഫി സാഅത്തിൽ ഖാമിസ. സമാപന സമ്മേളനം സ്റ്റേഡിയത്തിൽ 5 മണിക്ക് തുടങ്ങും. പിന്നെ യക്കൂമു വസീറു റിയാദത്തി, സ്പോർട്സ് മന്ത്രി എന്ത് ചെയ്യും? യക്കൂമു ബിഫ്തിതാഹിൽ ഹഫ്ലത്തി, ഈ സമാപന സമ്മേളനം സ്പോർട്സ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. യക്കൂമു ബിഫ്തിതാഹി, ഇഫ്തിതാഹി മീൻസ് ഉദ്ഘാടനം. യക്കൂമു വസീറു റിയാദത്തി ബിഫ്തിതാഹി, വസീറു റിയാദത്ത് ഉദ്ഘാടനം ചെയ്യും എന്ത്? അൽ ഹഫ്ലത്ത, സമാപന സമ്മേളനം. വയുവസിഉൽ ഔസിമത ലിൽ ഫായിസീൻ, വിജയികൾക്കുള്ള മെഡലുകൾ അദ്ദേഹം വിതരണം ചെയ്യും. വയുവസിഉ, അദ്ദേഹം വിതരണം ചെയ്യും. അൽ ഔസിമത്ത, മെഡലുകൾ. വിസാമുൻ ജമ ഔസിമത്ത്, മെഡൽസ്. ലിൽ ഫായിസീൻ, വിജയികൾക്ക്. പിന്നെ ഷജ്ജിഉ അർ-റിയാദിയീന ബിത്തസ്ഫീഖ്, കളിക്കാരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചില ഇത് തയ്യാറാക്കാം, അനൗൺസ്മെൻറ്റുകൾ നമുക്ക് എഴുതാം. ഓക്കെ, ഇത്രയുമാണ് ഈ യൂണിറ്റിൽ ഉള്ളത്. ഇനി ഈ യൂണിറ്റിലെ 1ാമത്തെ പാഠത്തിലുള്ളത് അല്ലേ. ഇനി അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ പറയാം.